സംഭവം ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പേടിയാകുന്നുണ്ട്. സംഗതി ഇവിടെ മാർബിള്, ഗ്രാനൈറ്റ് മാർബിളും കൊത്തിയെടുത്ത സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള ബാംഗ്ലൂർ സാദഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഇവിടെ അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഞാൻ കുറച്ച് സ്പെഷ്യലായതുകൊണ്ട് എന്നെ ഇവിടെയുള്ള നമ്മളെ കുറച്ച് ചങ്ങായിമാർ കൂട്ടിയിട്ട് കൊണ്ടുപോയതാണ്. സംഗതി വേറൊന്നുമില്ല, ഒരു കോറയാണ്. വൻ പൊളി സ്ഥലമാണ്, കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത് കാണാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ. ഞാനും ഒപ്പിടുന്നത് മാത്രമല്ല, നമ്മളൊരു 3 ആളും കൂടി ഉണ്ട്. കുറച്ച് പാടാണ് ഇത് കയറിപ്പോക്ക്. അപ്പോ കല്ല് കല്ലെല്ലി അല്ല, കല്ലെല്ലി. അപ്പോട്ട് അങ്ങോട്ട് വേണം എനക്ക് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. വീണോ? ഇത് പിടിച്ചാടാ. ಶೂಟಿಂಗ್ ಸ್ಟಾರ್ಟ್ ಮಾಡಿತ್ತು. ಹುಷಾರು, ಕಲ್ಲು ಚಟ್ಟಿಗೋ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടി വേണം പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ പെർമിഷൻ ഇല്ല. പാമ്പ് ഇറുക്കാ ಭಯ ಬೀಳಿಸ್ತಾ ಇದೆ. ಅಲ್ಲಿ ಜಂಪ್ ಮಾಡಿ ವಾಪಸ್ ಹೋಗೋದು. ഇങ്ങനെ കയറി പോകണം. നമ്മൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ എന്തെല്ലോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്, കേസിലാണുള്ളത്. ആ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഇല്ല. ചില നാളെ വീഡിയോ എടുത്ത് തന്നെ പോലീസൊന്നും പിടിക്കരുത്. ഈ ചങ്ങയാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാനാണ് ഹെസറു മഞ്ജുനാഥ്. ഈ സാദഹള്ളിൻ്റെ എല്ലാമായ മഞ്ജുനാഥ് എന്നാണ് നമ്മളെ ഇത് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ നമ്മളെ കൂട്ടനുണ്ട് അപ്പു, ഏറ്റവും മുന്നിലുള്ള അപ്പു. അപ്പു എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അറിയാമെന്നറിയില്ല, കരിമ്പാറ അപ്പു എന്ന്. ಯಾಕಣ್ಣ ಇದು ಕ್ಲೋಸ್ ಮಾಡಿದೆ ಈಗ? ಅದೇ ಬಂಡೆ ಹಳ್ಳ ಐತಲ್ಲ, ಇದು ಜಮೀನು ಬೇರೆ ತಗೊಂಡಿದ್ದಾರೆ. ಹೌದಾ? ನಾವು ಹೋಗ್ಬೋದು, ದೂರ ಬರ್ಬಾ. അപ്പോൾ ഇതാണ് സ്ഥലം. വെള്ളമുണ്ട്, ആരെല്ലോ താഴെ മീനിനെ പിടിക്കുന്നുണ്ട്. അതിങ്ങനെ എന്താണ് എൻ്റെ പൊന്നെ അതെ കടലേ. കാണുന്നുണ്ട് കറക്റ്റ് ഹൈറ്റ്. ഹൈറ്റ് ഇപ്പം മനസ്സിലാവുമെന്ന് എനിക്ക്. അവിടെ താഴെയുള്ള ആളെ ഇവർ കാണുന്നുണ്ടോ? എടാ അങ്ങനെ മീനിനെ പിടിക്കുന്ന 10-15 ആള്. എനിക്കൊന്നും വന്നില്ല. അല്ല സീരിയസ്ലി എന്നാ പറയുന്ന ഇല്ല അപ്പൂ. പക്ഷേ ಇಲ್ಲಣ್ಣ ಹೌದಾ? ಇರ್ಬೇಕಂದ್ರೆ ಇರ್ತೀನಿ. 10 ನಿಮಿಷ ಎಷ್ಟೊತ್ತಾಗುತ್ತೆ? ಇಲ್ಲ, ಬೇಗ ಹೋಗ್ತೀನಿ, ಮುಗಿಸ್ಕೊಂಡು ಹೋಗ್ತೀನಿ. ಬನ್ರಿ, നമ്മൾ പെട്ടെന്ന് പോലെ. എനിക്കൊരു മണിക്കൂറല്ലേ ഉള്ളൂ. എടാ ഇത് മാർബിളാ? എടാ അല്ലേ? എനിക്കെൻ്റെ ഇപ്പൊക്കെ എന്ത് വാങ്ങുന്നു കേട്ടോ. ഗ്രാനൈറ്റ് ದೇವಸ್ಥಾನ. ಇದು ಮೇಲೆ ಇರೋದಾ? ಮುನೇಶ್ವರ ದೇವಸ್ಥಾನ. ಹೌದಾ? ಮರಿ ಎಲ್ಲ ಹೊಡಿತಾರೆ. ಹಾಂ. ಆತ ಮಲಯಾಳಮಲ್ಲಿ ಏನೆನ್ನೋದು? ಆಡು.
ಹಾಂ ನಡಿಕರ ಮತ್ತೆ മനസ്സിലായി ಎಷ್ಟು ಒಳ್ಳೆ ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲ್ ಬಂದಿತ್ತು ಹಂಗೈತೆ ശരിക്കല്ലേ ഇതാ കരിമ്പാറപ്പിൻ്റെ മുഖം വെച്ചാൽ കരിമ്പാറപ്പ് ഫുള്ള് തെറ്റപ്പോടെ വന്ന് ലോകേഷിൻ്റെ ഷൂ കന്നഡ മാർബിള് കൊത്തിയ മീനിനെ പിടിക്കാൻ നമുക്ക് വേറെപ്പെട്ട സംഭവം ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പേടിയാകുന്നുണ്ട്. സംഗതി ഇവിടെ മാർബിള് ഗ്രാനൈറ്റ് മാർബിളും കൊത്തിയെടുത്ത സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അത് മഞ്ജുനാഥ് തന്നെ ആ കൊത്തിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം പണിയൊന്നും ഇല്ല. ഇതങ്ങനെ എല്ലാവരും കേട്ട ഒരു സ്ഥലമായിരിക്കുമല്ലോ അല്ലേ കുട്ട? നീ എന്നെ ഇവിടെ നാലുകൊല്ലമായിട്ട് അല്ലേ? കുട്ടനല്ല ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സംഗതി കണ്ണൂർ. ഇപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ദേവസ്ഥാനം അമ്പലമാണെന്ന് പറയുന്നു. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒന്നുമില്ല, എന്നാലും ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ കണ്ടുവരുന്ന ബലി അല്ലേ, ആടിന് ബലി കൊടുക്കുന്ന അമ്പലമെല്ലാം ഉള്ളൊരു സ്ഥലമാണിത്. ആ ಈಗ ಇಲ್ಲಲ್ಲ ಅಲ್ಲಿ ಅದು ಕಾಣಿಸ್ತಾ ಇತ್ತಲ್ಲ കണ്ടില്ലേ ಅದು ಫ್ಲೈಟ್ വിമാനം പോന്ന ಅದು ಏರ್ಪೋರ್ಟ್. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ സംഭവം അവിടെ അധിക സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ മഞ്ജുണ്ണനാണ് നമുക്ക് അവിടെ അത്രയും ಸಹಾಯ ചെയ്താൽ ಅದು പോയിട്ട് കാണാനും. അപ്പോൾ അവിടെ ಅಧಿಕಾರಂ നമുക്ക് ಇನ್ನೂ ಸ್ವಲ್ಪ ಹೋದರೆ ಎಲ್ಲ ನೋಡೋಕ್ಕಾಗುತ್ತಾ? 3 ತಿಂಗಳಾದಮೇಲೆ ಬರ್ಬೋದಲ್ಲ? ಹಾಂ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കുറച്ച് റിസ്ക് ഒക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കുറേ ആണ് വരുന്ന കൂട്ടർ കുറച്ച് ശ്രദ്ധിച്ച് വരിക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ಕನ್ನಡ ಅವ್ರ ಹತ್ರ ಎಲ್ಲ ನಮ್ಮ ಫ್ರೆಂಡ್ಸ್ ಹತ್ರ ಎಲ್ಲ ನಮ್ಮ ವೀಡಿಯೋ ನೋಡೋಕ್ಕೆ ಹೇಳಬೇಕು. ದಯವಿಟ್ಟು ಈ ವಿಡಿಯೋ ನೋಡಿ, ಲೈಕ್ ಮಾಡಿ, ಕಮೆಂಟ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ, ಸಬ್ಸ್ಕ್ರೈಬ್ ಈ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಅದು ಮಾಡಬೇಕು ಅಷ್ಟೇ.